എന്റെ അമ്മേ. ഞാൻ നോക്കിക്കോളാം. എടി പെണ്ണ, ഇവിടെ തിരക്കൊന്നുമില്ലല്ലോ. ചേട്ടൻ വന്ന കാര്യം പറ. അതെ, നാട്ടിലുള്ള മൊത്തം കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ സുനിയപ്പൻ ആളൊരു കോഴിയാ, നീ പെട്ടേക്കല്ലേ. അവന് സ്റ്റാർ ഹോട്ടലിലാ പണി. എന്ത് പണി? പല്ലിയേയും പാറ്റയും കൊല്ലല്. അവനൊരു എട്ടുകാലിയാണ് കേട്ടാ. അവൻ എട്ടുകാലിയാണെ വലയും കെട്ടി ഇരിക്കുകയുള്ളൂ. പെണ്ണെ, അവൻ പെശക. നീ അവന്റെ വലയപ്പെടൂല്ലെന്ന് എനിക്കറിയാം. ഇന്ന് കലക്ഷൻ ഭയങ്കര മോശം. നിന്റെ വല്ല ഉണ്ടാ? എന്റേലൊന്നുമില്ല. ചേട്ടൻ തരാനുള്ള ആദ്യം താ. ഓ, ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനുണ്ടല്ലേ. എല്ലാം കൂടി പലിശ അടക്കം ഒരുമിച്ച് തന്നേക്കാം. നീ ഇപ്പോ അത്യാവശ്യം ഒരു 50 മണി സിംഗ. നീ ഇത് കണ്ട തൽക്കാലം വേറെ ഒന്ന് മാറട്ടെ. അയ്യ, ചേട്ടൻ എന്റെ അച്ഛനെ കുടിപ്പിക്കുന്നേ. എന്തായാലും സ്വന്തമായിട്ട് കുടിക്കാൻ അറിഞ്ഞൂടെ? 5 പൈസ ഞാൻ തരില്ല. എടി, നിന്റെ ബാഗിൽ ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ അത് കിട്ടുന്ന വിചാരിക്കണ്ട. എടി പെണ്ണെ, ഒരു 50. ഓ ശല്യം, മേലെ എന്റെ അടുത്ത് വരരുത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല കാലം വരാൻ പ്രാർത്ഥിക്ക്. പറ്റിയ നാളെ കാണാട്ടാ. ഉടക്കാക്കി വിടക്കാക്കല്ലേട്ടാ സഫറെ. പലിശയും കടറ. ചേട്ടാ, പള്ളിപ്പെരുന്നാൾ വരുന്നുണ്ട്. നല്ല കൊയ്ത്തായിരിക്കും. അപ്പം എല്ലാം തീർത്തരാം. അല്ല, ഇത് എത്രാമത്തെ പെരുന്നാളാണ്ടാ? നിന്റെ വാക്ക് പഴയ ചാക്ക് പോലെ ആവണുണ്ട് കേട്ടാ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. കിടക്കാനൊന്നും സമയട്ടോ. ഷട്ടുണിങ്ങാൻ നമുക്ക് പോകണം. നിനക്കെന്താ അത്ര ക്ഷീണം? അച്ഛൻ നിന്നെ വീട്ടിൽ കിടത്തി ഓർക്കില്ലേ? ഇവന്റെ അച്ഛൻ്റെ ഒരു കാര്യം, വെള്ളടിച്ചാ വയറ്റ കിടക്കില്ല. ഇവന്റെ അച്ഛൻ കാരണം എന്റെ അച്ഛൻ ഒരു വഴിയായി. എടാ, നിന്റെ അച്ഛനാ എന്റെ അച്ഛന് വെള്ളം മേടിച്ചു കൊടുക്കണേ. ചൊക്ക, നീ മിണ്ടാതിരി. നിന്റെ അച്ഛന്റെ കാര്യം എല്ലാവർക്കും അറിയാം. അലമാണല്ലോ, എനിക്കൊരു അച്ഛനുണ്ട്. നിനക്ക് അതുമില്ലല്ലോ. ഉണ്ടാ, എന്റെ അച്ഛൻ ബോംബെയിലുണ്ട്. ഓ, നിന്റെ അച്ഛൻ ഇപ്പൊ ബോംബെയിൽ ട്രെയിൻ കയറി വരാൻ പോലെ. നോക്കിക്കോടാ, എന്റെ അച്ഛൻ ഒരു ദിവസം വരും. അവൻ ആർക്കടെ അച്ഛനാണെങ്കിലും പറയാം. അവന്റെ അച്ഛനെ കുറിച്ച് ഞാൻ അപ്പൊ എടുക്കും. നിക്കടാ ശിവ, ഷട്ടൂരായിട്ട് പോവാ. ചൊളയുണ്ട, ഏത് ചരക്കും വീഴും. ലതയുണ്ടല്ല, അവൾ എന്റെ പുറകെ കൊറേ നടന്നതാ. നമ്മ പിടികൊടുത്തില്ല. എന്റെ ചേട്ടാ, ചേട്ടൻ അത്ര സ്പീഡായിരുന്നോ? ഇപ്പൊ നമ്മ കുറച്ച് സ്പീഡ് കുറവാ. എന്നാ കേട്ടോ, അവളുടെ കൊച്ചൊരെണ്ണം എന്റെയാ. എന്റെ പള്ളി പിള്ളേരാ. നിർത്ത് നിർത്ത് നിർത്ത്. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ, ഞാനൊരു ലതയായിട്ടുള്ള ഡിംഗ്വേളിഫിക്കേഷൻ. ലത അവക്ക് അറിയത്? അറിഞ്ഞ ചേട്ടൻ വണ്ടി ഓടേണ്ടി വരും. സുനി, നിനക്ക് കഥ അറിയാഞ്ഞിട്ടാ. ചേട്ടൻ ഓരോന്നൂടെ ഒഴുക്കി കഥയോട് കേക്കാലോ. കാശ് കൊടുത്ത് കഴിക്കണ പട്ടിയെ വാങ്ങിച്ച പോലെ ആയല്ലേ. നീ എന്നാലും ലതയെ കുറിച്ച് അങ്ങനെ പറഞ്ഞ ശരിയല്ലേട്ടാ. എന്ത് ശരിയല്ലെന്ന്? നമ്മ ഒരു സത്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് കൂടി നമ്മക്കിട്ടാക്കണം. എടാ, അടിക്കണമെങ്കിൽ ബോംബെയിലെ സാന്ദ്ര അടിക്കണം. ഒരെണ്ണം അടിച്ചാൽ ഏത് പിച്ചക്കാരനും പിച്ച വെച്ചു. ഓ, ചേട്ടന്റെ ഒരു ബോംബ. ചേട്ടൻ ബോംബ കണ്ടിട്ടുണ്ടോ? നീ അധികം മേലേ. ലെവലിക്കൊഴി. ഓസിനടിക്കുമ്പോ ഇത്രയൊക്കെ അടിച്ചാ മതി. നമ്മ ഷയറിനകത്തപ്പോ നമ്മക്ക് കുറച്ച്. ഓസിന് കിട്ടിയ ആസിഡ് അടിക്കുന്നവനല്ലേ നീ. കാശ് കൈ വന്ന പീസുകളെ കൊണ്ട് സിനിമക്ക് പോക്കല്ലേ നിന്റെ പണി. സിനിമയ്ക്ക് കൊണ്ടുപോല് മാത്രല്ല, ഹോട്ടലിൽ ഇതിന് മറ്റേ പണിയാ. കൂടുതൽ കബൂറാക്കല്ലേ. ഇപ്പൊ വരാട്ടോ. ചിലതൊക്കെ നിന്നെപ്പറ്റി ഞാൻ കേൾക്കണുണ്ട് കേട്ടാ. നീ എല്ലായിടത്തും വളക്കണ പണി രമയുടെ അടുത്ത് വേണ്ടട്ടാ. അവളെ എങ്ങാൻ വളച്ചോണ്ട് പോയ തോളയിടട്ടാ. എടാ ചക്രവാണി, എന്താടാ അവിടെ? ഇവിടെ ഒന്നുമില്ലട്ടാ. നിങ്ങൾ വിട്ടോ. ഇന്ന് നേരത്തെ തന്നെ ഷട്ടറിട്ട് ചെറുതടി തുടങ്ങിയോടാ. ഇടയ്ക്കൊരു ടൈം പാസ് വേണ്ട ചേട്ടാ. നിനക്ക് വേണേ ഈ ഗ്ലാസ് ആട്ട്. കഴിഞ്ഞില്ലേ? ഗ്ലാസ് ചെറുതായിരുന്നല്ല. വിട്ടോ വിട്ടോ.
ചേട്ടൻ ഇവിടെ നിൽക്കാതെ ആ പോസ്റ്ററിൽ കയറി നിൽക്ക്, ഒരു കമ്പനി കൊടുക്ക്. ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കണു. നിനക്കൊരു സ്നേഹമല്ലട്ടി പെണ്ണേ. എന്റെ സ്നേഹം ഞാനിപ്പോ കാണിച്ചു. നബടി സുനിയപ്പ, ഇതെവിടെ നൊപ്പിച്ച്? സ്റ്റാർ ഹോട്ടൽ ഇതുപോലെ പലതും കിട്ടൂടി. ഇതൊരു മതാമ തന്നതാ. സ്റ്റാർ ഹോട്ടലിൽ നീ കണ്ടിട്ടില്ലല്ലോ, കാണണം. നേരിട്ട് വന്ന് കാണടി. ഡാൻസ്, പാട്ട്, ഫാഷൻ ഷോ അവിടെ അടിപൊളിയല്ലേ? ഓ പിന്നെ. സുനിയപ്പ വെറുതെ തള്ളല്ലേ, ഒരു പണിയുടെ കാര്യം പറഞ്ഞിട്ട് കുറെ നാളായല്ലോ. ആ, അത് പറയാൻ വിട്ടു. നിന്റെ പണിയുടെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വലിയ ഹോട്ടലിലൊക്കെ ആവുമ്പോ പക്ഷേ നിന്റെ ഈ കോലത്തിൽ നടക്കൂല. നല്ല അടിപൊളി ഡ്രസ് വേണം. എനിക്ക് ഇതൊക്കെ ഉള്ളു കേട്ടോ. ആ, നീ പേടിക്കണ്ടടി, ഞാൻ വാങ്ങിച്ചു തരാം. ഞാനെന്നാ വീട്ടിൽ പറയട്ടെ. അയ്യോ, അതൊന്നും ഇപ്പൊ പറയണ്ട. അതൊക്കെ ജോലി കിട്ടിയിട്ട് മതി. വാസന്തി ചേച്ചി ഒന്ന് ഞെട്ടട്ടെ. എടീ, സ്റ്റാർ ഹോട്ടലിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞ നീ ആരാ? പണിയൊക്കെ ഞാൻ ശരിയാക്കി തരാം, പക്ഷേ ചെലവുണ്ട് ട്ടാ. വന്നപ്പോ തുടങ്ങിയതാ. ദേ മനുഷ്യ, നിങ്ങൾക്ക് വേണേ വന്ന് ചോറ് തിന്ന്. എടെ മുത്തു, നിനക്ക് വേണേ വന്ന് കൈ കഴിയിരിക്കെ. എന്താടാ ശിവ പാത്രമൊക്കെ ആയിട്ട്? ചിക്കൻ കറിയാ. നാവരുചിയായിട്ട് വല്ലതും കഴിച്ചിട്ട് നാള് കൊറേ ആയിട്ടാ. ശിവ വാടാ, ചോറ് തിന്നാം. ആ ഈ ഇടുപ്പോടുന്നാടാ, അമ്മ കൊണ്ടുവന്നാടാ. ചിക്കൻ കറിയാ ചേച്ചി. ഓ, ഇത് അമ്മ കൊണ്ടുവന്നത് അല്ലോടാ? ലൂനിക്കുഞ്ഞിന്റെ പിറന്നാളായിരുന്നു. നീ വല്ലതും കഴിച്ചാടാ? എടാ ഒറ്റക്കാല, എന്റെ വെട്ടിനറിയിരുന്ന പൈസ എന്തിയടാ? തെണ്ടി കെട്ടുന്നേ കുടിക്കണം, പിന്നെ എന്റെ കയ്യിലിരിക്കുന്നേ കട്ടു കുടിക്കണം. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. നിന്നെ ഇനി ഇവിടെ കിടക്കുന്ന തള്ളെ കിടന്ന് അലറി വിളിക്കട്ടെ. ഞാൻ നിങ്ങളുടെ കാശൊന്നും എടുത്തിട്ടില്ല. എന്താടാ ചക്രപാണി അവിടെ റോഡൊക്കെ? എന്നെ കണ്ട തള്ള കപ്പ എന്റെ ബെക്കിട്ട് കയറണം. തണ്ടി നിന്നെ പോലെ തെണ്ടി കെട്ടിയ കാശല്ലടാ, ഞാൻ പെട്ടിക്കട നടത്തി പണിപ്പെട്ടുണ്ടാക്കിയ കാശാടാ. തള്ളയുടെ പണി നോക്ക് തള്ളേ. തെണ്ടല് ഞങ്ങൾക്കടെ അവകാശാണ്. ഓ, തള്ളയും കൊള്ളാം, അവനും കൊള്ളാം. ഇന്നൊരു ഷോ കാണാട്ടാ. എടാ തെണ്ടിയുടെ മോനെ, കാലും പാടില്ലാത്തവനാണെന്ന് കരുതി ഞാൻ നിന്നെ ഇവിടെ കിടത്തിയിരിക്കണേ. തള്ളേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നോക്കാൻ ആരുമില്ലാന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കണേ. എന്റെ കൂടെ കിടക്കാൻ നീ എന്റെ കെട്ടിയോനാ? ഓ, ഈ തള്ള വാ തുറന്ന് വിടക്ക് വർത്താനേ പറയുള്ളൂ. ചേട്ടാ അലമുണ്ടാക്കാതെ വാ ചേട്ടാ. നീ പോടാ, ഈ തള്ളക്കെട്ടിന്നൊരു പണി കൊടുത്തിട്ടേ നീ കാര്യം. പോടാ ഒറ്റക്കാല. അയ്യോ, എന്നെ കൊന്നേ. എടാ ശിവ, നീ വീട്ടിൽ പോ. ഇത് ഇവക്കടെ സ്ഥിരം പരിപാടിയാ. ചേട്ടൻ വാ. അയ്യോ, ഇന്നത്തേക്ക് ഇത്രയും മതി അല്ലേടാ? ഈ കോളനിയിൽ ആരും ഇല്ലേ? അയ്യോ, ഇവിടെ വാടാ. ഒന്നും ഉണ്ടായിട്ടില്ല ചക്രപാണി അണ്ണ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഊളത്തരം കാണിച്ചിട്ട് മറ്റേ വർത്താനം പറയണടാ. വാസന്തി അറിയാത്തത് നിന്റെ ഭാഗ്യാട്ടാ. അവൾ ഓടി എന്റെ അടുത്താ വന്നേ. മേലാ ഒരു അബദ്ധം പറ്റിയതന്നെട്ടാ, മേലെ ഞാൻ ചെയ്യൂല. പോടാ, നിന്നാ ഞാൻ ഇനിയും പടക്കോട്ടാ. ബലൂൺ ബലൂൺ പീപ്പി, ആ ബലൂൺ പീപ്പി. എന്റെ അമ്മോ ചക്രപാണി. നിക്കടാ അവിടെ. കാശുമില്ല, പലിശയില്ല, അഡ്രസ്സും ഇല്ല. ഇന്ത്യയുടെ എണ്ണ കുവൈറ്റിൽ വിൽക്കല്ലേ മോനെ. ഇപ്പൊ നീ വിട്ടാ നമ്മ നിന്നെ പിടിച്ചോളാട്ടാ. നമ്മ അവന് സ്ഥിരം കാശ് കൊടുത്തോണ്ടിരുന്നതാ. ആദ്യമൊക്കെ കാശും പലിശയും കറക്റ്റായിട്ട് തന്നോണ്ടിരുന്നു. അതാ ഞാൻ പിന്നെയും കൊടുത്തേ. ഇപ്പൊ അവൻ നമ്മളെ വലിപ്പിക്കണാണ്. അവനെ കൈയോടെ പിടിക്കണം. പറ്റിയ രണ്ടെണ്ണം പൊട്ടിച്ചോ. ചേട്ടാ ആളെ കാട്ട്, ബാക്കി നമ്മേറ്റ്. ആ അത് തന്നെ. ചെല്ലണ പാടെ രണ്ടെണ്ണം പൊട്ടിക്കണം. പിന്നെ കാര്യം പറഞ്ഞാ മതി. എന്നാ വാനേ. ചക്രപാണി, സാഫ്ര എങ്ങ ഇറങ്ങിയോടാ? ആരാ? എന്താ സാഫ്ര അവിടെ വിളിക്ക്. എന്താ കാര്യം? ബലൂണിനോ പീപ്പിക്കോ? ബലൂണിനും പീപ്പിക്കൊന്നും അല്ല. അവനെ ഇറക്കി വിട്. അവൻ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് മുങ്ങിയതാ. പലിശ വാങ്ങാൻ വന്നതാ ഞാൻ. പലിശയോ പൈസയാ? കാശും കൊണ്ട് ഞങ്ങൾ പോളോ. സാഫറിനെ വിട്. വ്യാപാരத்துக்கு പോയിട്ട് ഇന്നേക്ക് താൻ വന്നിരിക്കാറ്. ഇവനെ കൊണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാണ്ടായല്ലോ. എന്തൊരു കട്ടാണ്. ചക്രപാണി, ചക്രപാണി. ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇന്നലത്തെ ഹാങ് ഓവർ ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ടാ. സ്വാമി ഇരിക്കും. ഞാൻ ഇരിക്കണതൊക്കെ വന്നതല്ലേ. നീ എന്താ കണ്ടെയ്നറിന് കാശട് ഇല്ലേനാ ഇപ്പൊ പൊളിച്ചോണ്ട് പോകും. പൊളിക്കാനാ? சாமி, ஏதாவது பிரச்சனை இருந்தா இவன் கிட்ட தீர்க்கணும்.
ഇങ്ക വന്ന് ഗയാട്ടെ വേണ്ട, അതെല്ലാം വെളിയില്. സാറിനെയും തള്ളയുടെ മോനും കൂടി പൊട്ടം കളി കളിക്കരുത്. എനിക്ക് എന്റെ കാശ് കിട്ടണം, ഇല്ലേനാ ഞാൻ പോലീസിനെ കൂപ്പിടുവേ. പോലീസാ? എന്നാ നിങ്ങ പോലീസിനെ വിളി, എന്നിട്ട് നമുക്ക് തീർക്കാം. പോലീസ് വന്നാ ആദ്യം നിങ്ങ ഉള്ളി പോവും. ചക്രവാണി ഞാൻ അങ്ങനെ സൊല്ലല്ലേ. എങ്ങനെ സൊല്ലല്ലേ? താനിത് കട്ട കണ്ടെയ്നറല്ലോടോ. അതല്ല ചക്രവാണി. പിന്നെ കാശ് അത് കൈ കിട്ടുമ്പോ ഞാൻ അങ്ങ് എത്തിക്കും. മതി മതി, അത് മതി. എനിക്ക് അങ്ങ് 100 കൂട്ടം വേറെ ഇருக்கு. വരട്ടുമാ. അവക്ക് തീരെ പാടില്ല. ആ ചെക്കൻ ഒരു കര പറ്റിയിരുന്നെങ്കിൽ അവർക്കുടെ പ്രയാസങ്ങളൊക്കെ മാറിയനെ. ആ പെണ്ണാണെങ്കിൽ നന്നായി പഠിക്കുകയും ചെയ്യും. രണ്ടാളും പരദൂഷണം നിർത്തി പണിയെടുക്കാൻ നോക്കട്ടാ. ആ മേശരി അവിടെ കിടന്ന് ഇളകുക. ഹലോ, ഈ പണി ബോറടിച്ചു തുടങ്ങി. ചക്രവാണി അണ്ണൻ കൂടി ശരിയല്ലേ? പോടെ. നമുക്ക് പോവാം, നമുക്ക് പോവാം. നിക്കടെ കേരള വണ്ടിയില് നിനക്ക് ഈ ഭാഗത്ത് കണ്ടുപോകരുത് പറഞ്ഞിട്ടുള്ളടാ. അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. അയ്യോ, അധ്വാനിച്ച് ജീവിക്കാൻ സമ്മതിക്കല്ലേ? എന്തൊരു കഷ്ടമാണ് സാറേ, എന്തൊരു രാജ്യമാണ് സാറേ ഇത്. ഇങ്ങോട്ട് പാടാ. ഇത് റേഷനരിയാണ് കേട്ടാ. ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും. ഓ, നീ കുത്തരി മാത്രമേ ഞണ്ണുള്ളൂ. ആ, ലോകത്തുള്ള കംപ്ലീറ്റ് തെണ്ടികളും ഉണ്ടല്ലോ. ഞണ്ണിക്കോ ഓസിന് ഞണ്ണിക്കോ. അല്ല സാറേ, ഒന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്തെ എല്ലാ തെണ്ടികളെയും എല്ലാ കാലത്തും തീറ്റിപ്പറ്റാവുന്ന നിങ്ങൾ ഏറ്റിട്ടുണ്ടാ? അവനെ നോക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. അവൻ പുലിവാലി കേസാ സാറേ. പിന്നെ എന്ത് ചെയ്യണം? അവനെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് പൂർ ഹോമിൽ നിന്ന് ചാടിപ്പോയതാന്ന് എഴുതിയാ മതി. അങ്ങനെ മതിയോ? അത് മതി സാറേ. നിക്കണ പോണ ഗവൺമെന്റിന്റെ പണി എന്താണ്? പെരപൊളിച്ച് മാറ്റലാണ്. നമ്മ തെണ്ടികളെ നിന്ന് തെണ്ടിയാണ് സർക്കാർ കാശുണ്ടാക്കണേ. എന്നിട്ടിപ്പോ നമുക്ക് തന്നെ പാര. നിനക്ക് പേടിയാണെങ്കിൽ നീ പോ, ഞങ്ങൾക്കടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ വെറുതെ സർക്കാരിനോട് കളിക്കാൻ നിൽക്കണ്ട. അവരെന്തായാലും ഇത് പൊളിച്ചെടുക്കുന്ന എനിക്ക് തോന്നുന്നു. എടാ പേടിത്തൂറി, നീ വിട്ടു പോ. നമ്മ കളി തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയടാ. നമ്മ എങ്ങോട്ടേക്കും പോണില്ല. നിങ്ങക്കടെ വാടായി. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു.